ആ സമയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ നിരവധി ആയത്തുകൾ ആരംഭിക്കുന്നത്. ഞാനിവിടെ ഓതിവെച്ച സൂറത്തുൽ വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്ത് ആ സമയത്തിന്റെ വില മനസ്സിലാക്കാനാണ്. അതുപോലെ മറ്റൊരു സൂറത്ത് തുടങ്ങുന്നത് വല്ലുഹാ, ദുഹാ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് തുടങ്ങുന്ന സൂറത്ത് വശംസി വലുഹാഹാ. അതുപോലെ നിരവധി വല്ലൈലി എന്ന് തുടങ്ങുന്ന വല്ലൈലി ഇദാ യഗ്ശ എന്ന് വേണ്ട പല സമയങ്ങളും പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല അധ്യായങ്ങളും ആരംഭിക്കുന്നുണ്ട്, സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതിൽ നാം മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തിന് നൽകിയ മഹത്വത്തെ കുറിച്ചാണ്. നമ്മുടെ ഓരോ നിമിഷവും നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ നാം ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, വൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലിഹി. മരണമെന്നുള്ളത് അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോടടുത്തിരിക്കുന്നു. നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് സ്വർഗമെന്ന് പറയുന്നതങ്ങ് ദൂരെയല്ലേ, നരകമങ്ങ് എങ്ങോ കിടക്കുകയല്ലേ, നാം ഇനി എത്ര കാലം ഇവിടെ ജീവിച്ചിരിക്കാനാണ്? നമുക്കൊരുപാട് കാലം ഇവിടെ ജീവിച്ചിട്ട് ഒരുപാട് ആസ്വദിച്ചിട്ട് നമ്മളുടെ യുവത്വവും കൗമാരവും മുഴുവനും അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് തിമിർത്തിട്ട് നമുക്കങ്ങ് ഖബറിലേക്ക് പോയാൽ മതിയല്ലോ. നമുക്കിനിയും അങ്ങ് ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ. നമ്മുടെ ഖബറും കഴിഞ്ഞ് ഖിയാമത്തും കഴിഞ്ഞ് വിചാരണയും കഴിഞ്ഞല്ലേ നമുക്ക് സ്വർഗമെന്ന് കാണാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നരകമെന്ന് കാണാൻ പറ്റുകയുള്ളൂ എന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലിഹി. സ്വർഗമെന്നുള്ളത് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തിരിക്കുകയാണ്. വന്നാറു മിസ്ല ദാലിക, അതേ പ്രകാരം തന്നെയാണ് നരകവും. നാം പലപ്പോഴും നമ്മുടെ സമയങ്ങളെ അനാവശ്യങ്ങളിൽ ചെലവഴിക്കുകയാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്നുള്ളത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. എന്നാൽ ഇന്ന് നാം കാണുന്നത് കൗമാരക്കാരായ ചെറുപ്പക്കാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന കാഴ്ചയാണ്. യാതൊരുവിധ കുഴപ്പവുമില്ലാതെ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് സാധാരണഗതിയിൽ ജോലിയിൽ പ്രവേശിച്ച ആൾ പെട്ടെന്നതാ കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. ചില ആളുകൾ സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതിനിടയിൽ മരിക്കുന്നു. ചില ആളുകളോ നേരെ വിപരീതമായ അനാവശ്യമായ പ്രവണതകളിൽ പെട്ടുകൊണ്ട് മരണപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറും ക്രിസ്മസ് ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞു വന്ന് കിടന്ന സഹോദരൻ പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ അനക്കമില്ല. വല്ലാത്ത അവസ്ഥയാണ്. ഇതുപോലെ പല രൂപത്തിലും ആളുകൾ മരിക്കുകയാണ്. 60 70 വർഷം നാം ജീവിച്ചിരിക്കുമ്പോ എത്ര കാലമാണ് നാം ഉറങ്ങിത്തീർക്കുന്നത്? ഒരു ദിവസം 8 മണിക്കൂർ നാം ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ 20 കൊല്ലം ഉറക്കത്തിലാണ്. ബാക്കിയുള്ളത് 40 വർഷമാണ്. ഈ 40 വർഷത്തിൽ നമ്മുടെ കുട്ടിക്കാലവും നമ്മളുടെ കൗമാരവും ഒക്കെ കഴിയുമ്പോഴേക്ക് ഏതാനും 20 25 വർഷം മാത്രമാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഒന്ന് ഗൗനിക്കണം. നമ്മുടെ സമയത്തിന്റെ ചെലവഴിക്കൽ എങ്ങനെയാണ്? നാം നമ്മുടെ സമയം ചിലവഴിക്കുന്നതിൽ ജാഗ്രത പുലർത്താറുണ്ടോ? പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ അയിമ്മത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളൊന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഹാസിബൂ ഖബല അൻ തുഹാസബൂ, നിങ്ങൾ സ്വന്തമായൊന്ന് വിചാരണ ചെയ്യണം. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നാം ഒന്ന് പ്രഭാതത്തിലായി
ഉച്ചയ്ക്കായി, വൈകുന്നേരമായി, രാത്രിയായി നാം ഉറക്കത്തിന് വേണ്ടി കട്ടിലിലേക്ക് പോയി കിടക്കുന്ന സമയം നാം എന്നാലോചിക്കണം, ഇന്ന് ഞാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത്? ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹി നിസ്കാരത്തിന് ശേഷം ഒരല്പമെങ്കിലും ഞാൻ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ? അതിന് ശേഷം ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ? തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടോ? ളുഹർ കൃത്യമായി ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓരോ സമയം ഒന്ന് വിശകലനം നടത്തുമ്പോ ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി ഇന്ന് എന്തൊക്കെയാ ചെയ്തത്? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇന്ന് എന്തൊക്കെയാ ചെയ്തത്? എത്ര സമയമാണ് ഞാൻ സൽക്കർമ്മങ്ങളിൽ ചിലവഴിച്ചത്? എത്ര സമയമാണ് ഞാൻ ഇന്ന് മൊബൈലിൽ കളഞ്ഞത്? പ്രിയമുള്ള സഹോദരന്മാരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സമയമെന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ സമയങ്ങൾ, അതൊന്ന് ഓരോന്നും നമ്മുടെ ആയുസിന്റെ കഷണങ്ങളാണ്. ഈ കഷണങ്ങളായ ഈ ആയുസിനെ കുറിച്ചല്ലേ പ്രിയമുള്ള സഹോദരന്മാരെ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്? നിന്റെ ശ്വാസം എടുക്കുന്ന നേരത്ത് നീ ഏത് പ്രവർത്തനത്തിലായിരുന്നു? നീ ശ്വാസം ഉച്ഛസിക്കുന്ന സമയത്ത് നീ ഏത് പ്രവർത്തനത്തിലായിരുന്നു? അത് ഖൈറായിരുന്നോ ശർറായിരുന്നോ? ഹറാമായിരുന്നോ ഹലാലായിരുന്നോ? വളരെ ഗൗരവമായി നാം ആലോചിക്കണം. മഹാന്മാരായ ഇമ്മത്ത് ഉലമാക്കളാകുന്ന പണ്ഡിതന്മാർ അവർ ഒരു സമയവും ബാക്കി വെച്ചിട്ടില്ല. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തെ കുറിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ 40 വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം എഴുതി തീർത്ത കിതാബുകളോ അതിനേക്കാൾ എത്രയോ വലുതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ മണിക്കൂറുകളും എണ്ണി നോക്കി അതിനേക്കാൾ എത്രയോ ഇരട്ടി കിതാബുകളാണ്, എത്രയോ പേജുകളാണ് അദ്ദേഹം എഴുതി തീർത്തത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പ്രവർത്തനങ്ങളൊന്ന് മനസ്സിലാക്കൂ. നാം ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്ന സമയങ്ങള് ഹറാമിലോ ഹലാലിലോ എന്ന് വേണ്ട ഒരുവിധമായ ഉപകാരത്തിലും ഉഖ്റവിയോ ദുന്യവിയോ ആയ യാതൊരു ഉപകാരവും ഇല്ലാതെ എത്ര സമയമാണ് നാം പാഴാക്കി കളയുന്നത്? സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്ത് സമയം പോയി. പണ്ട് പല ആളുകളും ഒരു പൊതുചൊല്ലായി പറയുന്നെങ്കിൽ ഇതൊരു പഴഞ്ചൊല്ലായി മാറിയിരിക്കുന്നു. ഇന്ന് എല്ലാവരും അങ്ങനെയാണ്. ഞാനടക്കമുള്ളൊരു കാര്യം പറയാം, ഇന്ന് നമുക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നുപോയി. പല ആളുകളും ഈ കഴിഞ്ഞ മാസത്തില് ഞാൻ നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീങ്ങളുടെ ഒരു മാസികയുണ്ട്, സുന്നത്ത് മാസിക വളരെ നല്ല കുടുംബത്തിനും അതേപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആനുകാലിക വിഷയങ്ങളുമൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു മാസികയാണ് സുന്നത്ത് മാസിക. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ മേൽനോട്ടത്തിൽ ഇറക്കപ്പെടുന്ന ഈ മാസിക പല ആളുകളോടും പറഞ്ഞു, ഉസ്താദേ സമയമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളത് വായിച്ചില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങണം. 200 രൂപ കൊടുത്താൽ ഒരു വർഷത്തേക്ക് അത് വരിയായി കിട്ടും. എല്ലാ മാസവും ഓരോന്ന് കിട്ടും. നിങ്ങളുടെ കുട്ടികളുടെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അത് ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞപ്പോ സമയമില്ല. എന്നാൽ ഈ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാം എല്ലാ സമയത്തും ഓൺലൈനിലുണ്ട്. നമ്മുടെ സമയം ആര് കൊണ്ടുപോകുന്നു സഹോദരങ്ങളെ? നമ്മളൊന്ന് ഗൗരവമായി ആലോചിക്കണം. അല്ലാഹു തആല എത്ര കൃത്യമായിട്ടാണ് ഈ സമയത്തിന്റെ പ്രാധാന്യത്തെ വിശുദ്ധമായ ഖുർആനിൽ അനാവരണം ചെയ്യുന്നത്. നമ്മളുടെ സമയങ്ങൾ മുഴുവനും ഇന്ന് മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുകയാണ്, നമ്മളെ നിഷ്ക്രിയരാക്കുകയാണ്. എത്രയോ ഉമ്മമാരാണ് മക്കളെ അടക്കിയിരുത്താൻ വേണ്ടി മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അവരുടെ കയ്യിൽ കഞ്ചാവിന്റെ പൊതി കൊടുക്കുന്നതിനേക്കാളും ലഹരി വസ്തു വെച്ചു കൊടുക്കുന്നതിനേക്കാളും മാരകമാണെന്ന് അതിനെക്കുറിച്ച് പഠിച്ച സൈക്കോളജിസ്റ്റുകൾ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് പറ്റൂല. കാര്യം എന്താ? നമുക്ക് നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ യോഗ്യതയില്ല. മൊബൈൽ എടുക്കരുതെന്ന് കുട്ടിനോട് പറയാൻ പറ്റുമോ? കാര്യം എന്താ? കുട്ടിയോട് പോയിരുന്ന് പടി എന്ന് പറഞ്ഞിട്ട് ഉമ്മ അപ്പുറത്ത് ഫോൺ എടുക്കാണ്.
അല്ലേ? ഇത് നമ്മളുടെ ഒരു ദിനചര്യയായി മാറിയിരിക്കുകയാണ് കുട്ടികളോട്. അതുകൊണ്ട് നമുക്ക് ഏതൊരു കാര്യവും കമാൻഡ് ചെയ്യണമെങ്കിൽ ആ ക്വാളിറ്റി ആദ്യം നമുക്കുണ്ടാകണം. മോനെ നിസ്കരിക്കൂ എന്ന് ഉമ്മ മകനെ ഉപദേശിക്കണമെങ്കിൽ, വാപ്പ മക്കളെ ഉപദേശിക്കണമെങ്കിൽ ആദ്യം ഉമ്മയും ഉപ്പയും നിസ്കാരമുള്ളവരായിരിക്കണം. അത് ഉപദേശത്തിന്റെ ഒരു അദബാണ്. നസീഹത്തിന് ഒരു അദബുണ്ട്. അതിന്റെ അദബാണ് ഏതൊരു കാര്യമാണോ നിർദ്ദേശിക്കുന്നത് അത് അവരിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ പോലും ഉപദേശിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദീർഘമായി സംസാരിക്കാൻ ഇവിടെ സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ കാര്യങ്ങളും വിജയത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. സമയത്തിന് വേണ്ടതുപോലെ പരിഗണിച്ചുകൊണ്ട് സമയം മുഴുവനും അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിച്ചു കൂട്ടാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഖബറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ യാതൊരു വിധമായ സംവിധാനങ്ങളും അവിടെ ഉണ്ടാവുകയില്ലല്ലോ. നമുക്കവിടെ കൂട്ടായിട്ടുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണല്ലോ. സൽക്കർമ്മവും ദുഷ്കർമ്മവും ഓരോ കർമ്മവും നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മളിലൂടെ കടന്നു പോകുന്നതാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകുമ്പോൾ നമ്മുടെ സമയവും അതിനുവേണ്ടി ചിലവഴിക്കുന്നതായി അത് അനാവശ്യത്തിലായാൽ, മൊബൈൽ ഫോണിലൂടെയുള്ള അനാവശ്യമായ റീൽസുകളിലായാൽ, അതുപോലെയുള്ള നമ്മുടെ നേരം പോക്കുകളിലായാൽ നമ്മുടെ സമയമങ്ങ് കൊണ്ടുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ നിമിഷവും നമ്മുടെ അമലുകൾ എണ്ണപ്പെടുന്ന സമയങ്ങളായതുകൊണ്ട് നാം അതിനെ പ്രത്യേകം പരിഗണിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു.